ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടേഴ്സ് PYQ ബേസ്ഡ് റിവിഷൻ പ്രിലിംസിന് വേണ്ടി നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ സെഷൻ ചെയ്യുമ്പോഴും നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ക്വിക്ക്ലി സ്റ്റാർട്ട് ഓഫ് വിത്ത് നമ്മൾ പൊളിറ്റിയിൽ ഇന്ന് സെക്കൻഡ് സെഷൻ എന്ന് പറയുമ്പോൾ യൂണിയൻ, ടെറിട്ടറി, സിറ്റിസൺഷിപ്പ് അത്തരത്തിലുള്ള കുറേ ഏരിയാസ് PYQയിൽ എങ്ങനെയാണ് UPSC ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ലെവലിൽ ചെയ്യാം. ഈവൻ യു ക്യാൻ വാച്ച് ദ ക്ലാസ് അറ്റ് 1.5x സ്പീഡിൽ കാണാം. ആൻഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് പ്രധാനമായി UPSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും അതെല്ലാം നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയ റിവൈസ് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് വരുന്നത്. സോ നമുക്ക് ആ ഒരു മോഡിലേക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ഇന്നത്തെ കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുന്നേ ഒരുപാട് PYQs അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ഏരിയ ഇതിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് UPSCയുടെ ഓവർ ദി ഇയേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഓപ്ഷൻ ആണെങ്കിലും അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഇത് വെച്ചിട്ട് നമ്മളൊരു കവറേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കവറേജ് ഓൾറെഡി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കവറേജ് വെച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും PYQയുടെ ആ ഒരു ഏരിയ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് ക്വസ്റ്റ്യൻ വരുന്നതിന് മുമ്പ് ആദ്യം കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. സോ ഹിയർ വി ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following explains the significance of Goa, Daman and Diu Reorganization Act 1987? അപ്പോൾ ഇതിന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട 1987 ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതിൽ ഗോവയും ദമാൻ ആൻഡ് ദിയും റീഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റുകൾ ഗോവയും ദമാൻ ആൻഡ് ദിയും 1987 ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ക്ലിയർ ആയി. കാരണം വേറെയും PYQs ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. ഒരേ ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് പിന്നെയും UPSC ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അത് പല എക്സാംസിലും അങ്ങനെ തന്നെയാണ് UPSCയുടെ കാണാൻ സാധിക്കുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബെസ്റ്റ് സംഭവം എന്ന് പറയുമ്പോൾ ഗോവയും മഹാരാഷ്ട്രയും സെപ്പറേറ്റ് ചെയ്തു, ദമാൻ ആൻഡ് ദിയു ആക്കി, ഗ്രാൻറ്റഡ് സ്റ്റേറ്റ് ടു ഗോവ, അതിനെ കൺവേർട്ട് യൂണിയൻ ടെറിട്ടറി ആക്കി, 3 സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ആക്കി. ആദ്യം ഗോവ യൂണിയൻ ടെറിട്ടറി ആയിരുന്നു, എല്ലാത്തിനും സ്റ്റേറ്റ്ഹുഡ് കിട്ടി. അപ്പോൾ ഇത് തെറ്റാണെന്ന് അറിയാം, എല്ലാത്തിനും സ്റ്റേറ്റ്ഹുഡ് കിട്ടി. സോ ഫൈനൽ ആൻസർ ലെറ്റ്സ് ഗോ B എന്ന് പറയുന്നതാണ്. അതിന് രണ്ടായിട്ടും സ്റ്റേറ്റ്ഹുഡ് ഗോവയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. ആൻഡ് ദമാൻ ആൻഡ് ദിയു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. അപ്പോൾ 1987 എന്ന് പറയുന്ന ആ ഒരു റിയോർഗനൈസേഷൻ ആക്ടും വർഷവും ഗോവ, ദമാൻ ആൻഡ് ദിയു ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗോയിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ജോഗ്രഫിക്കൽ പൊസിഷൻ ഓഫ് ദിയു എവിടെയാണ്, അല്ലെങ്കിൽ ദമാൻ ആൻഡ് ദിയു എന്ന് പറയുമ്പോൾ വേർ ഇസ് ദിയു? അത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ബംഗാളിൽ, ബേ ഓഫ് ബംഗാളിലാണോ? അപ്പോൾ ഡയറക്ഷൻ വൈസ് അങ്ങോട്ടാണോ? ഗുജറാത്തിൻ്റെ സൈഡിൽ ഇൻലൻഡിലാണോ കിടക്കുന്നത്? അല്ലെങ്കിൽ സതേൺ കോസ്റ്റ് ഓഫ് കത്തിയവാർ പെനിൻസുല അറേബ്യൻ സീലാണോ? ലക്ഷദ്വീപിൻ്റെ ഐലൻഡ് ഗ്രൂപ്പിൻ്റെ സൈഡിലാണോ? സോ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഇതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി. സോ ഒബ്വിയസ്ലി ഇത് കത്തിയവാർ പെനിൻസുല, സൗത്തേൺ കോസ്റ്റ് ഓഫ് കത്തിയവാർ, അറേബ്യൻ സീയിലുള്ളതാണ് എന്നുള്ളത് വളരെ ക്ലീൻ ആയിട്ട് നമുക്കിവിടെ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് B ആണ് എന്ന് നമുക്ക് C ആണ്, ഇതിൽ C ആണെന്നുള്ളത് ക്ലിയർ ആണ്. സോ എവിടെയാണ് ദിയുവിൻ്റെ പൊസിഷൻ എന്നുള്ളതും കൂടെ നമുക്കൊരു കോൺസെപ്ഷ്യൽ ആയിട്ട് പഠിക്കാം. ഇനി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ഇതിൽ ഏതാണ്? ഇവർ ഫ്രഞ്ച് റൂളിൻ്റെലായിരുന്നു, അല്ലെങ്കിൽ ഇവർ മിലിറ്ററി ആക്ഷനിൽ ത്രൂ ആണ് നമ്മൾ ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. പോർച്ചുഗീസ് കൺട്രോളിലുള്ള സ്ഥലമായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർ ഇൻഡയറക്റ്റ് ബ്രിട്ടീഷ് റൂളിൽ ഭരിച്ച സ്ഥലമായിരുന്നു ദാദ്ര നാഗർ ഹവേലി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതും PYQയിലെ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇത് ആക്ച്വലി പോർച്ചുഗീസ് കൺട്രോളിലുള്ള, ദേ വർ ലിബറേറ്റഡ് ഫ്രം പോർച്ചുഗീസ് കൺട്രോൾ. അപ്പോൾ ദാദ്ര നാഗർ ഹവേലിയുടെ ഒരു കോൺടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലായിക്കോളൂ. ഫ്രഞ്ച് അല്ല, അത് പോർച്ചുഗീസ് കൺട്രോളിൽ ഇരുന്ന ഒരു ഏരിയ ആണെന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് PYQസിൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻസ് നോക്കാം. 3 കോൺസെപ്ഷ്യൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. ഇതിൽ കണ്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്? ഗോവയ്ക്ക് 1987 സ്റ്റേറ്റ്ഹുഡ് കിട്ടി, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദിയു ഇസ് ആക്ച്വലി ഇൻ ദ ഗൾഫ് ഓഫ് ഖമ്പത്ത്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ദമൻ ആൻഡ് ദിയു വർ സെപ്പറേറ്റഡ് ബൈ ഗോവ ബൈ ദ 56th അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതും അപ്പോൾ 56ാമത്തെ അമെൻമെന്റിന്റെ ഒരു സംഭവം കൂടെ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ദമൻ ആൻഡ് ദിയുടെ ദാദ്ര നാഗർ ഹവേലി വെർ അണ്ടർ ഫ്രഞ്ച് കൊളോണിയൽ റൂൾ. ഇത് എന്തായാലും തെറ്റാണ്, പോർച്ചുഗീസ് റൂളാണ്, ഫ്രഞ്ച് അല്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് 56ാമത്തെ അമെൻമെന്റ് 1987, ബാക്കി കാര്യങ്ങളെല്ലാം ഇതേ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കുറേ PYQs ഇതിൻ്റെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരും. സോ ഇതിൻ്റെ ഓരോ സ്റ്റേറ്റ്മെന്റും നമുക്ക് കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിവിഷനായിട്ട് നമുക്ക് കണക്കാക്കാം. സോ ദേ വർ അണ്ടർ ദ ഫ്രഞ്ച് റൂൾ, അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി അത് നോക്കുകയാണെങ്കിൽ തന്നെ 1987 ഗോവയുടെ കാര്യത്തിൽ ഓർത്ത് വെക്കുക, അത് കത്തിയവാർ പെനിൻസുല, ഗൾഫ് ഓഫ് ക്യാമ്പത്ത് അല്ലെങ്കിൽ ക്യാമ്പയിലാണ് ദിയു ലൊക്കേറ്റ് ചെയ്യുന്നത്. 56ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് 87. ഗോവ സ്റ്റേറ്റായും ദമൻ ആൻഡ് ദിയു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയത് അത് ഫ്രഞ്ച് റൂൾ അല്ല, പോർച്ചുഗീസ് റൂൾ ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. ഇനി അടുത്തൊരു കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഫിൽട്ടർ ചെയ്യാം, പ്രധാനമായിട്ടുള്ള ഫിൽട്ടറിങ് ചെയ്ത് നോക്കാം.
അതിൽ പ്രധാനമായും കുറേ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റും ഇയറും ചോദിച്ചു വന്നിട്ടുണ്ട്. മിനിമം ഒരു 15 ക്വസ്റ്റ്യൻ എങ്കിലും UPSC ചോദിച്ചിട്ടുണ്ട് ഇത് തന്നെ, പല സ്റ്റേറ്റും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റുകളുടെ ക്ലാരിറ്റി കിട്ടിയാൽ ഏതാണ് ആദ്യം സ്റ്റേറ്റ് ആയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1966 എന്ന വർഷത്തിൽ ഹരിയാന, പഞ്ചാബിൽ നിന്നാണ് ഹരിയാന ഉണ്ടാക്കിയിട്ടുള്ളത് 66. അത് കഴിഞ്ഞാൽ മേഘാലയ 1972. 66 കഴിഞ്ഞാൽ 67 തന്നെ 4th ജനറൽ ഇലക്ഷൻസ് നടന്നിട്ടുണ്ട്, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 66 ഹരിയാന കൂട്ടത്തിൽ പഞ്ചാബ് എന്ന് വന്നു, മേഘാലയ 72, ത്രിപുരയും 72, കർണാടക 73, മൈസൂർ ആയിരുന്ന പിന്നീട് അത് കർണാടകയാക്കി 73. ഇതിൽ ഹരിയാനയ്ക്ക് മുന്നേ ഉള്ളത് ഏതാണ്? നമുക്ക് ഇനിയും വേറെയും അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കും. നാഗാലാൻഡ് പോലത്തെ സംഭവങ്ങളുണ്ട് 63. സോ പ്രധാനമായിട്ടും 66, 72, 72, 73 ഈ ഒരു കാര്യം കൊണ്ട് നമുക്കൊരു ക്ലാരിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫസ്റ്റ് ഒക്കേർഡ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ? ഇത് 73 ആണ്, ഇത് 67 ആണ്, 66 ആണ് ആദ്യം, മേഘാലയ 73. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയ ആ ഒരു വർഷം നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മേഘാലയ 72 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഫോർമേഷൻ ഓഫ് ഹരിയാന അത് തന്നെയാണ് ഏറ്റവും ആദ്യം ഉള്ളതെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ബിക്കോസ് അത് ഓൾറെഡി ഡേറ്റ് വൈസ് നമ്മൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തതാണ്. സോ 66 ആണ് ഹരിയാന, അത് വളരെ പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹരിയാനയാണ് ഇവിടെ ആദ്യം വന്നതെന്ന് ഓർക്കുക. അടുത്തത് ഇതിൻ്റെ സീക്വൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. Which of the following correctly represents the sequence related to 1967? After 1967, മേഘാലയ സ്റ്റേറ്റ്ഹുഡ് 72, ത്രിപുര 72, മൈസൂർ റീനെയിംഡ് കർണാടക, മൈസൂർ റീനെയിംഡ് കർണാടക, മേഘാലയ, ത്രിപുര. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം വന്നത് എന്ന് നോക്കിക്കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് മേഘാലയ വന്നു, ത്രിപുര വന്നു, പിന്നീട് 73 ഇത് വന്നു. സോ ഈ ഒരു ക്രൊണോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ലേൺ ദിസ്. ഈ ഒരു ക്രൊണോളജിയുടെ ഈ പ്രധാനപ്പെട്ട സംഭവം ഓർത്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു ടൈം ലൈൻ എന്ന് പറയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ഒരു ടൈം ലൈൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടൈം ലൈൻ നമുക്ക് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള UPSCയുടെ മെയിൻ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൺസിഡർ ദ ഫോളോയിങ് ഇവൻറ്റ്സ്: 4th ജനറൽ ഇലക്ഷൻസ്, ഫോർമേഷൻ ഓഫ് ഹരിയാന. അപ്പോൾ ഇത് 66, ഇത് 67, മൈസൂർ റീനെയിംഡ്, മേഘാലയ, ത്രിപുര ബിക്കം ഫുൾ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇത് 3, ഇത് 4. അപ്പോൾ ഇതിനകത്ത് ഏതാണ് 2, 1, 4, 2, 1 ഏതാണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ് ഇതിനകത്ത് വരുന്നത്. സോ 2, 1, 4, 3 തന്നെയാണ് ഒബ്വിയസ്ലി നമ്മൾ മാർക്ക് ചെയ്തത്. ആദ്യം ഫോർമേഷൻ ഓഫ് ഹരിയാന, ജനറൽ ഇലക്ഷൻസ്, മേഘാലയ ആൻഡ് ത്രിപുര ബിക്കം സ്റ്റേറ്റ്സ്, അത് കഴിഞ്ഞിട്ട് മൈസൂർ കർണാടക സ്റ്റേറ്റ്. അത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഇത് UPSCയുടെ PYQ ആണ്. അപ്പോൾ സ്റ്റേറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഇനി ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏത് ഷെഡ്യൂളാണ് ആദ്യം ഷെഡ്യൂളാണ് അമെൻഡ് ചെയ്യപ്പെടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കേരളം ആയി മാറിയപ്പോഴും നമുക്കറിയാം ഫസ്റ്റ് ഷെഡ്യൂളിൽ വ്യത്യാസം വരുത്തിയില്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഫസ്റ്റ് ഷെഡ്യൂൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഓർത്ത് വെക്കുക. ബിക്കോസ് ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, അവരുടെ ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡ് ഒക്കെയാണ് ഒന്നാമത്തെ ഷെഡ്യൂളിൽ കിടക്കുന്നത്. ആർട്ടിക്കിൾ 1 Clause 2 പറയുന്നുണ്ട് ടെറിട്ടറി ഓഫ് ഇന്ത്യ ഷെൽ കംപ്രൈസ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആസ് സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആർട്ടിക്കിൾ 1 Clause 2 തന്നെയാണ് അത് പറയുന്നത്. വെൻ എ ന്യൂ സ്റ്റേറ്റ് ഇസ് ക്രിയേറ്റഡ് അല്ലെങ്കിൽ ബൗണ്ടറി ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ അത് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു റിവിഷൻ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം: ദ ഗവർണർ ഓഫ് പഞ്ചാബ് ഇസ് കൺകറന്റ്ലി ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ചണ്ഡീഗഡ്. ദ ഗവർണർ ഓഫ് കേരള ഇസ് കൺകറന്റ്ലി ദി അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ലക്ഷദ്വീപ്. ഇത് നോക്കുമ്പോൾ പഞ്ചാബിലെ ആൾ തന്നെയാണ് ചണ്ഡീഗഡിലെ കൺകറന്റ്, പക്ഷേ കേരളത്തിന്റെ ഗവർണർ അല്ല കൺകറന്റ്ലി അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ലക്ഷദ്വീപ്. കാരണം അതിന് വേറൊരാളെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാത്രമാണ് കറക്റ്റ്. ഇതും PYQ ആണ്. സോ അത് നോക്കിക്കഴിയുമ്പോൾ ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ടും ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആയതുകൊണ്ടും ജോയിന്റ് ക്യാപിറ്റൽ പഞ്ചാബും ഹരിയാനയാണ്. അതുകൊണ്ട് ഗവർണർ ഓഫ് പഞ്ചാബ് തന്നെയാണ് ചെയ്യുന്നത്. ബിക്കോസ് ചണ്ഡീഗഡ് ഇസ് എ ജോയിന്റ് ക്യാപിറ്റൽ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും. പക്ഷെ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 239 Union territories are administered by the president through an administrator. In some cases, state governor may be given additional charge. പക്ഷെ അത് യൂണിവേഴ്സൽ അല്ല എന്ന് ഓർത്ത് വെക്കുക. വേണമെങ്കിലും ഗവർണർക്ക് അത് കൊടുക്കാം. പക്ഷേ ആർട്ടിക്കിൾ 239 239 അനുസരിച്ചിട്ട് ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവിടെ ഒരാളില്ല. പക്ഷേ കേരളത്തിന്റെ കൺട്രോളിലല്ല
ലക്ഷദ്വീപ് എന്നുള്ളത് ഓർത്തു വെച്ചോളൂ. അതൊരു യൂണിയൻ ടെറിട്ടറി ആണ്. ആർട്ടിക്കിൾ 239 അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലക്ഷദ്വീപ് ഒരു യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് സ്വന്തമായിട്ടുള്ള ഹൈക്കോടതി ഇല്ല. അവിടെ ആർട്ടിക്കിൾ 241 പാർലമെന്റ് ക്യാൻ എക്സ്റ്റെൻഡ് ദ ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ പാർലമെന്റിന് കേരളത്തിന്റെ ജൂറിസ്ഡിക്ഷനിലാണ്, ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലാണ് ലക്ഷദ്വീപിനെ വെച്ചിരിക്കുന്നത്. സോ കേരള ഹൈക്കോർട്ട് എക്സസൈസസ് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ 241 അനുസരിച്ച് പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഹൈക്കോർട്ട് വേറൊരു യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ടി പാർലമെന്റ് തീരുമാനിക്കുകയാണ് ഈ ഹൈക്കോർട്ടിനെ അങ്ങനെ കൊണ്ടുവയ്ക്കാം. സോ പാർലമെന്റിന്റെ പവറും കൂടെ അവിടെ ഓർത്ത് വെക്കണം. അങ്ങനെയാണ് ലക്ഷദ്വീപ് ഇവിടെ പ്രധാനപ്പെട്ട സംഭവം കേരളത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നത്. അത് പ്രത്യേകം ഓർത്ത് വെക്കേണ്ടതാണ്. സോ അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് അടുത്ത മേജർ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്തൊരു കോൺസെപ്റ്റൽ ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ 371A to 371I ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്? 370 നമ്മൾ കശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് 370 പറയുന്ന പോലെ തന്നെ 371A മുതൽ I വരെ എന്താണ്? യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അക്രോസ് ഓൾ സ്റ്റേറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സർട്ടൻ സ്റ്റേറ്റ്സ്, പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ഡ്യൂറിംഗ് എമർജൻസി, റെഗുലേറ്റ് റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫോറിൻ കൺട്രീസ്. അപ്പോൾ ഇതിനകത്ത് ഒബ്വിയസ്ലി ചില സ്റ്റേറ്റുകൾക്കുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് 371A കിടക്കുന്നത്. അപ്പോൾ അത് ഒരു തരത്തിൽ അസിമെട്രിക്കൽ ഫെഡറലിസം ആണ് ഇന്ത്യക്ക്. എല്ലാ സ്റ്റേറ്റിനും ഒരേപോലെ തുല്യ അവകാശമില്ല. ചില സ്റ്റേറ്റുകൾക്ക് കൂടുതൽ പവർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് വെച്ചാൽ, സോ ദിസ് ഇസ് പ്രൊവൈഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ചില സ്റ്റേറ്റുകൾക്ക് മാത്രം എക്സ്ട്രാ പ്രൊവിഷൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ക്വസ്റ്റനിലേക്ക് വരാം. ഇനി സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ട്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പും അമേരിക്കൻ സിറ്റിസൺഷിപ്പും. ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, തെറ്റാണ്. അമേരിക്കയിൽ സിംഗിൾ, തെറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റ്. both India and US only follow national citizenship. അതുമല്ല, ഇന്ത്യ പ്രൊവൈഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ് വേർ US പ്രൊവൈഡ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ അത് ഓക്കെ. ബോത്ത് ഇന്ത്യ ആൻഡ് US പ്രൊവൈഡ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇൻ ദ സെയിം മാനർ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് സി എന്ന സ്റ്റേറ്റ്മെന്റ് കൂടുതൽ കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റും. കാരണം ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പും US ഡബിൾ സിറ്റിസൺഷിപ്പും ഉണ്ട്. യു ആർ ദ സിറ്റിസൺ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ് വെൽ ആസ് കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു മോഡാണ്. അപ്പോൾ അതും നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എടുക്കാം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഗാർഡിംഗ് ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ്, സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നത് എങ്ങനെ, ഏതാണ് നമുക്ക് ശരിയെന്ന് നോക്കാം. സിറ്റിസൺഷിപ്പ് വൺസ് അക്വയർഡ് കനോട്ട് ബി റിവോക്ഡ്, അത് തെറ്റാണ്. ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കളയാനൊക്കെ പറ്റും. ഓൺലി നാച്ചുറൽ ബോൺ സിറ്റിസൺസ് ക്യാൻ ലൂസ് സിറ്റിസൺഷിപ്പ്, നോട്ട് നാച്ചുറലൈസ്, ഇതും തെറ്റാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ക്യാൻ ബി ലോസ് ത്രൂ റെനൻസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രവേഷൻ, ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഫോറിൻ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വോളണ്ടറിലി. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പ് ലൂസ് ചെയ്യാനുള്ള പല വഴികളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഒറിജിനൽ PYQs ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 371A were inserted in the constitution to meet special demands നാഗാലാൻഡ്, അസാം, മണിപ്പൂർ, ആന്ധ്ര, സിക്കിം, മിസോറാം. ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് UPSCയുടെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവിച്ചേഴ്സ് ഡ്യുവൽ പോളിറ്റി. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 ഉള്ളതെല്ലാം തെറ്റാണ്. ആൻഡ് നാച്ചുറൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ ക്യാൻ നെവർ ബി ഡിപ്രൈവ്ഡ് ഓഫ് ദിസ് സിറ്റിസൺഷിപ്പ്, അതും ഒരു പ്രധാന ചോദ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ശരി ഉത്തരം നോക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നാഗാലാൻഡ് ഇതിൽ 371 മുതൽ 71A മുതൽ 1A മുതൽ I വരെ ഉള്ളത് നാഗാലാൻഡ് ഉണ്ട്, അസാം, മണിപ്പൂർ. അപ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള നാഗാലാൻഡ്, അസാം, മണിപ്പൂർ ഉണ്ട്. സിക്കിം, മിസോറാം, അരുണാചൽ പ്രദേശ്. സോ നാഗാലാൻഡ് 2, 3, 4, 5, 6 ഏകദേശം 6 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ട്. ഗോവയുണ്ട്, ആന്ധ്രാപ്രദേശ് വരെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവർക്കൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. ഇതൊരു അസമെട്രിക് ഫെഡറലിസം ആണ്, എല്ലാ സ്റ്റേറ്റും ഒരേപോലെ അല്ല എന്നുള്ള ഒരു മെസ്സേജിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാക്കി സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ എടുത്ത് കളയാം, വേണമെങ്കിൽ സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ നമുക്ക് റിവോക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളിവിടെ ഓർക്കണം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള 371A കാര്യം ഇവിടെ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്നുള്ളത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വെച്ചിട്ട് ആന്ധ്രാപ്രദേശ് വന്നു, ഉറപ്പായിട്ടും അത് ശരിയാണ്. ട്രീറ്റി ഓഫ് യന്തബു, അത് അസാമിൻ്റെ ട്രീറ്റ്, ശരിയാണ്. സ്റ്റേറ്റ് ഓഫ് ബിലാസ്പൂർ പിന്നീട് ഹിമാചൽ പ്രദേശ്, അതും ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് D തെറ്റാണ്. 1996 ഗുജറാത്ത് സ്റ്റേറ്റായി മാറിയതെന്നുള്ളത് ഉറപ്പായിട്ട് മനസ്സിലാക്കുക. അത് ഏകദേശം 60s അത് സംഭവിച്ചിരുന്നു എന്നുള്ളത് ക്ലീൻ ആയിട്ട് മനസ്സിലാക്കുക. ദാറ്റ് വാസ് നോട്ട് ഡ്യൂറിങ് ദിസ് ടൈം, ഇറ്റ് വാസ് മച്ച് മോർ ഏർലിയർ. കുറച്ചുകൂടെ വളരെ മുന്നേ തന്നെ അത് നടന്നിരുന്നു. ഗുജറാത്ത് 1960 തന്നെ ബോംബെ ബൈഫർക്കേഷൻ നടന്ന് 1960 നടന്നു.
അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇപ്പോൾ ട്രീറ്റി ഓഫ് യാൻഡബു ഫസ്റ്റ് ആംഗ്ലോ ബർമീസ് വാർ കഴിഞ്ഞ് അസാം ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ ട്രീറ്റി ഓഫ് യാൻഡബു എന്ന് കേട്ട് കഴിഞ്ഞാൽ അസാം ആണെന്ന് ഓർത്ത് വയ്ക്കുക. ആന്ധ്രാപ്രദേശ് വാസ് ദ ഫസ്റ്റ്, അത് വളരെ ഫേമസ് ആണ്. ലിംഗ്വിസ്റ്റിക് ലൈൻസിൽ ആന്ധ്രനെ സ്റ്റേറ്റ് ആക്കി മാറ്റിയത് വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി അടുത്തത് ഇനിയും ഇയർ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ക്രൊണോളജിക്കൽ ഓർഡർ നമ്മൾ ഇതിനകത്ത് അറിയുന്നത്, നമുക്ക് ഹരിയാന അറിയാം, സിക്കിം നാഗാലാൻഡ് വരുമ്പോൾ ഇതിനകത്ത് ഏതാണ് ഏറ്റവും ക്രൊണോളജിക്കൽ ഓർഡറിൽ പോയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിം, ഹരിയാന, സിക്കിം, അരുണാചൽ പ്രദേശ് നോക്കുമ്പോൾ ഹരിയാന 66 ആണെന്നറിയാം. നാഗാലാൻഡ് ആണ് കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഉള്ളത്. സോ അത് നാഗാലാൻഡ് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് ഇതിനകത്ത് വരുന്നത്. സോ അതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് നമുക്കതിൻ്റെ വർഷം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ലെറ്റ്സ് ഡ്രോ ദ ഇയർ. അതിൽ വർഷം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നാഗാലാൻഡ് 1963 സ്റ്റേറ്റ് ആയി, ഹരിയാന 66 നമ്മൾ പഠിച്ചു, 67 ഇലക്ഷൻ പഠിച്ചു, സിക്കിം 75, അരുണാചൽ പ്രദേശ് 1987. അപ്പോൾ ഇതും പുതിയൊരു സംഭവമാണ്. സിക്കിം വാസ് ഇൻ്റഗ്രേറ്റഡ് ആസ് ഫുൾ സ്റ്റേറ്റ് 1975 സിക്കിം വന്നു. അരുണാചൽ പ്രദേശ് 87 വന്നു. 87 നമ്മൾ നേരത്തെ വേറെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇതും വളരെ പ്രധാനമായിട്ടും നാഗാലാൻഡ് കുറച്ചുകൂടെ പഴയതാണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ കിട്ടുക. പിന്നെ അടുത്തുള്ളൊരു ക്വസ്റ്റ്യൻ UPSCയുടെ, ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ, വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ആന്ധ്ര വെൻ ഇറ്റ് വാസ് മെയ്ഡ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഇൻ 1953? സെപ്പറേറ്റ് ആയിട്ട് ആന്ധ്രയുടെ ക്യാപിറ്റൽ ഇതിൽ ഏതായിരുന്നു? ഗുണ്ടൂർ, കർണൂൽ, നല്ലൂർ, വാരങ്കൽ. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വിത്തൗട്ട് ഡൗട്ട് കുർണൂൽ തന്നെയാണ് ആന്ധ്രയുടെ ആദ്യത്തെ ആ സമയത്തുണ്ടായിരുന്ന ക്യാപിറ്റൽ. ആൻഡ് വാട്ട് വാസ് ദി എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ? 26 ജനുവരി 1950 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സോവറിൻ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ പേര് നമ്മുടെ പ്രിയാമ്പിളിൽ നമുക്കറിയാം. പിന്നീട് 42ാമത്തെ അമെൻമെന്റ് വന്നതിന് ശേഷമാണ് വന്നത്. സോ വി ആർ എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ ഇൻടു എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു അന്ന്. കാരണം നമുക്ക് പിന്നീട് അറിയാം വേർഡ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നൊക്കെ പറയുന്നത് 1976 42ാമത്തെ അമെൻമെന്റ് വഴിയാണ് നമ്മൾ പോയത്. നമ്മൾ ഇന്നത്തെ സെഷനിൽ 46ാമത്തെ അമെൻമെന്റും ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതവിടെ കൃത്യമായിട്ട് പോയി. ഇനി വിത്ത് റെഫറൻസ് ടു ഇന്ത്യ, there is only one citizenship and one domicile. A citizen by birth can become the head of the state. A foreigner once granted citizenship cannot be deprived of it under any circumstance. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഓൺലി ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഭവം. ദർ ഈസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ആൻഡ് വൺ ഡൊമിസൈൽ. സിറ്റിസൺഷിപ്പ് ഓൺലി എന്ന് പറയുന്ന സിറ്റിസൺ ബൈ ബർത്ത് ഓൺലി ക്യാൻ ബിക്കം ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ നോക്കേണ്ടി വരും. ലീഗലി പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഡൊമിസൈലും ഒറ്റ എൻറ്റയർ കൺട്രി ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റേറ്റ് ചിലപ്പോൾ അങ്ങനത്തെ ഡൊമിസൈൽ പോലത്തെ ചില സാധനങ്ങൾ ഇഷ്യൂ ചെയ്തേ. പക്ഷേ ലീഗലി ദർ ഇസ് ഓൺലി വൺ ഡൊമിസൈൽ ഫോർ ദി എൻറ്റയർ കൺട്രി. റെസിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യം വേറെ ആയിക്കോട്ടെ, പക്ഷേ ഒറ്റ ഡൊമിസൈൽ ലീഗലി നമുക്കുള്ളൂ. ഇനി ഇന്ത്യ, ബോത്ത് ബൈ ബർത്തും നാച്ചുറലൈസ്ഡ് ആൾക്കാർക്കും പ്രസിഡന്റ് ആവാൻ പറ്റും, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആവാൻ പറ്റും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പക്ഷേ അമേരിക്കയിൽ ഓൺലി നാച്ചുറൽ ബോൺ സിറ്റിസൻസ് ക്യാൻ ബിക്കം. അത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നാച്ചുറൽ ബോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. സിറ്റിസൺഷിപ്പ് തന്നെയുണ്ട്. ഒരാളുടെ സിറ്റിസൺഷിപ്പ് ഡിപ്രൈവ് ചെയ്യാൻ സാധിക്കും. അത് ഫ്രോഡ് ആണെങ്കിലോ ഫോൾസ് റെപ്രസെൻറ്റേഷൻ വഴി ആണെങ്കിലോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡിസ്ലോയൽറ്റി ഉണ്ടാക്കുക ചെയ്താൽ വേണമെങ്കിൽ നമുക്ക് ഒരാളുടെ ഇത് ഡിപ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് വെക്കാൻ പറ്റും. സോ അതിൽ ഡെഫിനറ്റ്ലി ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2 and 3 തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതും PYQ തന്നെയാണ്. ഇത് എല്ലാം PYQ തന്നെയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. സിറ്റിസൺഷിപ്പിൽ ഡേറ്റ്സ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തതായിട്ട് തന്നെ, എ പേഴ്സൺ ഹു ഇസ് ബോൺ ഓൺ 26 January 1951 ഇൻ റംഗൂൺ, Myanmar, whose father was a citizen of India at the time of his birth is deemed to be an Indian citizen by descent. 26 January 1951 റംഗൂണിൽ ജനിച്ചു. അയാളുടെ അച്ഛൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത്. ഇന്ത്യക്കാരനാണോ? A person who is born on 1st July 1988 in Itanagar, whose mother is a citizen of India at the time of his birth, but the father was not, is deemed to be a citizen of India. രണ്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ ആണ്. നമുക്കതിനകത്ത് സംഭവം അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് അവിടെ ഞാൻ തരാം. 55 സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് 26 January 1950 ആൻഡ് 10th December 1992 എന്നൊരു വർഷം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിസൺ ബൈ ഡിസെന്റ് ഓഫ് ദ ആളുടെ അച്ഛൻ ആ സമയം
അറ്റ് ദ ടൈം ഓഫ് ദ ബർത്ത് ഇന്ത്യക്കാരനാണെങ്കിൽ അവർ ഇന്ത്യൻ ആണ് 1950 മുതൽ 1992 വരെ. അപ്പോൾ ഈ ഒരു കേസിൽ രംഗൂണിൽ 1951 ഇന്ത്യൻ ഫാദറിന് ജനിച്ചുവെങ്കിൽ പോലും ഇന്ത്യൻ സിറ്റിസൺ ബൈ ഡെസെന്റ് ആണ്. അച്ഛൻ ഇന്ത്യക്കാരനായതുകൊണ്ട് ഡെസെന്റ്, ഹീസ് എൻ ഇന്ത്യൻ ഡെസെന്റ് എന്ന് പറയുന്നത്. ഇനി 1 ജൂലൈ 1987 മുതൽ 3 ഡിസംബർ 2004 വരെ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഉണ്ട്. ഇഫ് ഐദർ പാരന്റ് ഇസ് എ സിറ്റിസൺ ഓഫ് ദ ടൈം. ഇവിടുത്തെ കേസിൽ ഇറ്റാനഗറിൽ ഇന്ത്യയിൽ ജനിച്ചു, 87 മുതൽ 2004 വരെ 88 ജനിച്ചു. അമ്മ ഇന്ത്യക്കാരിയാണ്, ഇന്ത്യൻ സിറ്റിസൺ ആണ്. സോ അച്ഛൻ റിഗാർഡ്ലെസ് ഓഫ് അച്ഛൻ്റെ നാഷണാലിറ്റി അനുസരിച്ചിട്ട് ഐദർ ഓഫ് ദ പാരന്റ് ബർത്ത് സമയത്ത് ഇന്ത്യൻ ആണെങ്കിൽ മോളും മോനും ഇന്ത്യൻ ആയിരിക്കും. അപ്പോൾ 50 മുതൽ 1992 വരെയും ഇത് 87 മുതൽ 2004 വരെ. അപ്പോൾ ഡെസെന്റ് വഴിയും ഇവിടെ എങ്ങനെയാണെന്ന് 2 രീതി നമുക്ക് മനസ്സിലായി. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റിസൺഷിപ്പ് ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ ഇന്ത്യ? വൺ ഷുഡ് ബി ബോൺ ഇൻ ഇന്ത്യ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യയിൽ ജനിച്ചിരിക്കാം, വിച്ച് ക്യാൻ ബി പ്രൊവൈഡഡ് എന്നാണ്. ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ്, കൊടുക്കാം എന്നാണ്, മസ്റ്റ് ആയിട്ടും അല്ല. ക്യാൻ ബി, ഇന്ത്യയിൽ ജനിച്ച ഒരാൾ ഐദർ ഓഫ് ഹിസ് പാരന്റ്സ് വാസ് ബോൺ ഇൻ ഇന്ത്യ, ഹു ഹാസ് ബീൻ ഓർഡിനറി സിറ്റിസൺ ഫോർ ഇന്ത്യ ഫോർ നോട്ട് ലെസ് ദാൻ 5 years. അങ്ങനെയാണെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെന്റും ക്യാൻ ബി പ്രൊവൈഡഡ്, ക്യാൻ ബി എ സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഈ 3 കണ്ടീഷൻസും ഉണ്ടെങ്കിൽ ഇന്ത്യക്കാരനായി മാറും. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കാരണം സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് ബേസ്ഡ് ഓൺ ദ ടൈം ഓഫ് ബർത്ത് ക്യാൻ ബി അക്വയർഡ് ബൈ ബർത്ത് വഴി അക്വയർ ചെയ്യാൻ പറ്റും, ഡെസെന്റ് വഴി അക്വയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വഴി അക്വയർ ചെയ്യാൻ പറ്റും. പേരൻസ് വർ ബോൺ ഇൻ ഇന്ത്യ. സോ അതും ഇന്ത്യയിൽ ജനിച്ചാൽ പോലും നമുക്കത് എടുക്കാൻ പറ്റും. പിന്നെ രജിസ്ട്രേഷനും നാച്ചുറലൈസേഷനും പറ്റും 5 വർഷം ഉണ്ടെങ്കിൽ. അപ്പോൾ 10 വർഷം ഏതാണെന്നൊരു സ്വാഭാവികമായിട്ടൊരു സംശയം വരും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി. ഇന്ത്യയിൽ നമുക്ക് ബർത്ത് വഴിയും ഡിസെന്റ് വഴിയും രജിസ്ട്രേഷൻ വഴിയും നാച്ചുറലൈസേഷൻ വഴിയും ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി വഴിയും നമുക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് 5 വർഷം രജിസ്ട്രേഷൻ വഴിയാണ്, 11-12 വർഷം നാച്ചുറലൈസേഷൻ വഴിയും സിറ്റിസൺ ആവാൻ പറ്റും. സോ ഈ സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്യാൻ ബി ഗിവൺ എന്നാണ് ചോദിച്ചത്. ഇന്ത്യയിൽ ഷുഡ് ബി ബോൺ ഇൻ ഇന്ത്യ, സിറ്റിസൺഷിപ്പ് കിട്ടാം. ഐദർ ഓഫ് ഹിസ് പേരൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു ആസ്പെക്ട് വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ പേരന്റ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടാം. 5 വർഷം എന്ന കാറ്റഗറി, 5 വർഷം ഉണ്ടെങ്കിലും അത് മിനിമം ആണ്. 5 മുതൽ അത് രജിസ്ട്രേഷനും നാച്ചുറലൈസേഷനും 2-2 അപ്പോൾ ഈ 3 കാറ്റഗറി കൊണ്ടും വേണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആകാം എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യത്തിന്റെ പ്രധാന ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അരുണാചൽ പ്രദേശ്, ഗോവ, മേഘാലയ, നാഗാലാൻഡ്. ഇതിനകത്ത് 1987, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗോവ 1987 ആണ് നമുക്ക് ഉറപ്പായിട്ടും 2 ഉള്ളതെല്ലാം 2 എന്തായാലും ഉണ്ട്. അരുണാചൽ പ്രദേശിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ് അതിന്റെ ആൻസർ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് 1 and 2. കാരണം അരുണാചൽ പ്രദേശും ഗോവയും 1987 ആണെന്ന് നേരത്തെ 2 PYQ സോൾവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കണ്ടോ, PYQയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പിന്നെ അടുത്ത ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. അപ്പോൾ 1 and 2 ഗോവയും അരുണാചൽ പ്രദേശും ഇതിന്റെ പാർട്ടാണെന്നുള്ളത് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതിന്റെ വർഷം കൂടെ നോക്കിക്കഴിഞ്ഞാൽ 1987 അരുണാചൽ പ്രദേശ്, ഗോവയ്ക്ക് 1987 കിട്ടി. 25ാമത്തെ സ്റ്റേറ്റ് ആയിരുന്നു ഗോവ. അതേപോലെ തന്നെ മേഘാലയ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. മേഘാലയ ബിക്കെയിം ഇൻ 1972, നാഗാലാൻഡ് 1963, ഹരിയാന 1966. ഈ വർഷങ്ങളെല്ലാം ഓർത്തു വെക്കുക. മേഘാലയ 1972, അരുണാചൽ പ്രദേശാണ് 87, ഗോവ ഒരുമിച്ചാണ് വന്നത്. അത് ക്ലിയർ ആയിട്ട് വന്നു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യൻ യൂണിയൻ ക്യാൻ ബി റീഓർഗനൈസ്ഡ് ആൻഡ് ദ ബൗണ്ടറീസ് ഓൾട്ടേർഡ് ബൈ. ഇത് കേരളമായതിനു ശേഷം ഇത്തരം ഒരുപാട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണമെങ്കിൽ കറണ്ട് അഫയർ ആയിട്ട് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡർ ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ് ആണോ, യൂണിയൻ ബൈ സിമ്പിൾ മെജോറിറ്റി ആണോ, 2/3 മെജോറിറ്റീസ് ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്, 2/3 മെജോറിറ്റി ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് കൺസെന്റ് ഓഫ് ദ കൺസേൺ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇതിൽ വളരെ ക്ലീൻ ആണ്. സിമ്പിൾ മെജോറിറ്റി തന്നെയാണ് ഇത് പാസ്സാക്കാൻ പറ്റുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണ്ട, 368 വേണ്ട. അതാണ് ഇതിനകത്ത്. ബി ആണ്, വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സിലാണ് പോകുന്നത്. ഇപ്പോൾ ആർട്ടിക്കിൾ 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാം, ബൗണ്ടറി മാറ്റാം, പേര് മാറ്റാം, പുതിയതുണ്ടാക്കാം, ബൗണ്ടറി ഓൾട്ടർ ചെയ്യാം. ഇത് ബില്ലെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് റെക്കമെൻഡേഷനിൽ മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പ്രസിഡന്റ് റെഫർ ചെയ്യുന്നതിന് ശേഷം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ വിടും. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തിരിച്ചയക്കുമ്പോൾ സ്റ്റേറ്റ് കേട്ടാലും ഇല്ലെങ്കിലും പാർലമെന്റ് ഇസ് നോട്ട് ബൗണ്ട് ബൈ ദ സ്റ്റേറ്റ്സ് വ്യൂ. സ്റ്റേറ്റ് താല്പര്യം പറഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാം പ്രസിഡന്റ് ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇതെല്ലാം സിമ്പിൾ മെജോറിറ്റി ആണ്, സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമില്ല.
ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർഡിനറി ലെജിസ്ലേഷൻ ആണ് ആർട്ടിക്കിൾ 368. ഇവിടെ ആവശ്യമില്ല. സിമ്പിൾ മെജോറിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്റ്റേറ്റിൻ്റെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 3 അനുസരിച്ചിട്ട് ക്യാൻ ബി ബൗണ്ടറീസിൻ്റെ സംഭവം സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ക്ലാരിറ്റി ഇവിടെ ഓർത്ത് വയ്ക്കുക. ഇത് ബേസ് ചെയ്ത് പല ചോദ്യങ്ങളും ഉണ്ടാകും. ഇനി അടുത്തത്, ദ ലീഗൽ ട്രാൻസ്ഫർ ഓഫ് പോണ്ടിച്ചേരി ടു ദ യൂണിയൻ ഓഫ് ടുക്ക് പ്ലേസ് ഇൻ 1954. യൂണിയന് പോണ്ടിച്ചേരി യൂണിയൻ ഓഫ് ഇന്ത്യക്ക് കിട്ടിയെന്നാണ് പറയുന്നത് ലീഗൽ ട്രാൻസ്ഫർ. French territory of Chandor Nagar and Yanam were merged with India by Sardar Patel with police action. അപ്പോൾ ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ഈ സംഭവം രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടും വർഷം പ്രധാനമാണ്. കാരണം സർദാർ പട്ടേൽ മേർജ് ചെയ്ത സമയത്ത് 1954 സർദാർ പട്ടേൽ ആ സമയത്ത് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ജീവിച്ചിരിക്കാത്ത പട്ടേലിന് അത് ചെയ്യാനും പറ്റില്ല എന്ന് പറയുന്ന കുറച്ച് ലോജിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുക, 1954 ഡി ഫാക്ടോ ട്രാൻസ്ഫർ ആണ് നടന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ പോണ്ടിച്ചേരി ടു ഇന്ത്യക്ക് കിട്ടി. പക്ഷേ ദേ ജോർ ലീഗൽ ട്രാൻസ്ഫർ 1962 ഫ്രഞ്ച് പാർലമെന്റിന്റെ സപ്പോർട്ടിന് ശേഷമാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ ഡി ഫാക്ടോ ട്രാൻസ്ഫർ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മാത്രമേ പോണ്ടിച്ചേരിയിൽ 54 നമുക്ക് കിട്ടിയുള്ളൂ. ഫുൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ലീഗൽ ട്രാൻസ്ഫർ 1962 കിട്ടിയത്. ചന്തോർ നഗർ 1949 മെർജ് ചെയ്തത് ഒരു റഫറൻഡം വഴിയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചന്തോർ നഗർ റഫറൻഡം ആണ്. യാനം എന്ന് പറയുന്നത് നെഗോസിയേഷൻ ട്രൂ ആണ്. സർദാർ പട്ടേലിന്റെ പോലീസ് ആക്ഷൻ ഒന്നും അല്ല. കാരണം സർദാർ പട്ടേൽ ഇതിന് സംഭവിക്കുന്നതിന് 4 വർഷം മുന്നേ മരിച്ചുപോയി. സോ യാനം നെഗോസിയേഷൻ, ചന്തോർ നഗർ റഫറൻഡം ഇന്ത്യ നടത്തിയെന്ന് ചോദിച്ചാൽ ഇതും വേണമെങ്കിൽ തിരിച്ചൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. റഫറൻഡം വഴിയാണ് ചന്തോർ നഗർ നമുക്ക് കിട്ടിയത്. മറ്റേത് 54 ഇതും 62 ശരിക്കും ലീഗൽ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു കാര്യത്തിൽ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഓർത്ത് വയ്ക്കുക. ഇനി സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ആൻഡ് സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ. ശരിയാണ്, നമ്മൾ സിറ്റിസൺ ആയ നമുക്ക് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എല്ലാം കിട്ടും. എലക്ഷന് വേണ്ടിയുള്ള ലോക്സഭ രാജ്യസഭയിലൊക്കെ നമുക്ക് എലക്ഷൻ റൈറ്റ് ഓഫ് വോട്ടിനുള്ള സംഭവം നമുക്ക് കിട്ടും. റൈറ്റ് ടു മെമ്പർ പാർലമെന്റും ലെജിസ്ലേച്ചറും ആവാനുള്ള റൈറ്റും നമുക്ക് കിട്ടും. ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഒരു സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാം ശരിയാണ്. ഈ കാണുന്ന എല്ലാം നമ്മൾ സിറ്റിസൺഷിപ്പിൽ കിട്ടും. അപ്പോൾ അത് അങ്ങനെ തന്നെ വായിക്കേണ്ട. അപ്പോൾ എല്ലാം ഒരു സിറ്റിസണായ നമുക്ക് കിട്ടും. വോട്ട് ചെയ്യാനും അധികാരമുണ്ട്. നമുക്ക് ഫുൾ പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. സിറ്റിസൺ അല്ലേ നമ്മൾ. ഇനി അടുത്തത്, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡിക്ലെയർ എനി വാർ ഓൺ എനി കൺട്രി. തെറ്റാണ്. അത് പ്രസിഡന്റിന് അങ്ങനെ 3 യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പവർ ഉള്ളത്. ഓൾട്ടർ ദ ബൗണ്ടറി ഓഫ് എനി സ്റ്റേറ്റ് പറ്റും. ഇൻക്രീസ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ് അതും പറ്റും. ഓൾട്ടർ ദ സ്റ്റേറ്റ് ബൗണ്ടറി പറ്റും. എസ്റ്റാബ്ലിഷ് എൻ ഓട്ടോണോമൽ കൗൺസിൽ വിത്തിൻ ദ സ്റ്റേറ്റ്. അത് ഈ ഷെഡ്യൂളിൽ ഇതിൽ വരുന്ന കാര്യമല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് രണ്ടും 3 വരുന്നതല്ല. സോ 2 and 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഈ ആർട്ടിക്കിൾ 3 പരിധിയിൽ വരുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. ബാക്കിയൊന്നും അതിനകത്ത് വരുന്നതല്ല. ഇപ്പോൾ വാർ പ്രഖ്യാപിക്കാനുള്ള സാധനം ദ പവർ ടു ഇത് പ്രസിഡന്റിന്റെ കയ്യിലാണ് വിത്ത് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആൻഡ് ഡസ് നോട്ട് ഫോൾ ഇൻ 3. ആൻഡ് ഓട്ടോണമസ് കൗൺസിൽ എന്ന് പറയുന്നത് 6th ഷെഡ്യൂളിലാണ്. ഓർ ബൈ സ്പെസിഫിക് ലോ നോട്ട് അണ്ടർ ആർട്ടിക്കിൾ 3 താഴെ എന്തായാലും ഇല്ല. ഓട്ടോണമസ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യുന്നത് 6th ഷെഡ്യൂൾ ഓർ ബൈ സ്പെസിഫിക് ലോ ആണ്. അപ്പോൾ അത് രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത്, ഇത് വലിയൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റൻ ആണ്. നമുക്ക് നോക്കാം. ബൈ വെർച്യൂ ഓഫ് ലോ പാസ്ഡ് ബൈ പാർലമെന്റ് 2003 ദ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത് റിസൈഡിങ് ഇൻ സർട്ടൺ കൺട്രീസ് എൻജോയ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. ചില ആൾക്കാർക്ക് അവർ അവിടത്തെയാണ് പക്ഷേ ഇന്ത്യയുടെ സ്റ്റാറ്റസും ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല, പക്ഷേ ഇതൊരു സ്റ്റാറ്റസ് പോലെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം അവർ ഇന്ത്യൻ സിറ്റിസന്റെ റൈറ്റ്സ് ഒന്നുമില്ല, അവർക്ക് ഒരു സ്റ്റാറ്റസ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ദിസ് എനേബിൾസ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. വോട്ട് ചെയ്യാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് തെറ്റാണ്. അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് 1 is ട്രൂ തെറ്റാണ്. സിറ്റിസൺഷിപ്പ് 2003 അനുസരിച്ചിട്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യക്ക് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനിൽ അതൊരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പോലെ പറയുന്നതിന് ലൂസ് സെൻസ്. പക്ഷേ ആർട്ടിക്കിൾ 9 അനുസരിച്ച് നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. അതിൻ്റെ ഒരു സ്റ്റാറ്റസ് പോലെയാണ്. അവരവിടെയും ഇന്ത്യയുടെ റെക്കഗ്നിഷൻ അവർക്കുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഇന്ത്യയിൽ താമസിക്കാനും ജോലി ചെയ്യാനുള്ള ഈ പറയുന്ന ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഓവർസീസ് സിറ്റിസൺ OCIക്ക് ഇവിടെ താമസിക്കാം. എക്കണോമിക് റൈറ്റ്സ് ഉണ്ട്. പക്ഷേ അഗ്രികൾച്ചർ ലാൻഡ് ഒഴികെ ബാക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും അവർക്ക് വോട്ടില്ല, ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റില്ല,
ലെജിസ്ലേറ്റീവ് ഓഫീസിലും പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻ ആണെന്നുള്ളൊരു റെക്കഗ്നിഷൻ അവർക്കുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇച്ചിരി കൺഫ്യൂസിങ്ങും ട്രിക്കിയാണ്. ഇന്ത്യൻ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ അവർക്ക് ഡ്യുവൽ റെക്കഗ്നിഷൻ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് സിറ്റിസൺഷിപ്പ് ആർട്ടിക്കിൾ 9 പറയുന്ന പോലെ ഒരു ഫുൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അല്ല, അത് റെക്കഗ്നിഷൻ പോലെ തന്നെയാണ്. വോട്ട് ചെയ്യാനും പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ സ്കീം ഷാൽ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു, ഷാൽ നോട്ട് മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപർപ്പസ് ലൈഫ് ലോങ് വിസ, അതുണ്ട്. എക്സംഷൻ ഫ്രം റിപ്പോർട്ടിംഗ് ടു പോലീസ് അതോറിറ്റീസ് ഫോർ എ ലോങ് സ്റ്റേ, അത് വേണമെന്നില്ല. NRI എക്കണോമിക് എഡ്യൂക്കേഷൻ ഫീൽഡ്സിൽ അഗ്രികൾച്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ പ്ലാന്റേഷൻ പ്രോപ്പർട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി റൈറ്റ്സ് എല്ലാം അവർക്ക് ഇന്ത്യയിൽ NRI പോലെ തന്നെയുണ്ട്. ശരിയാണ്. വോട്ടിംഗ് റൈറ്റ്സ് ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഒബ്വിയസ്ലി ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി അവർക്ക് ഇവിടെ എല്ലാ റെക്കഗ്നിഷനും ഉണ്ട്. വോട്ട് ചെയ്യാൻ പറ്റില്ല, ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റില്ല, മറ്റ് എക്കണോമിക് റൈറ്റ്സ് ഉണ്ട് NRI പോലെ, പക്ഷേ അഗ്രികൾച്ചറോ പ്ലാന്റേഷനോ ഇവിടെ പറ്റില്ല. ഇതേ സംഭവമാണ് നമ്മളിവിടെ ഇതും പഠിച്ചത്. അവർക്ക് ഇന്ത്യൻ ആണെന്നുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട്, പക്ഷേ ഇന്ത്യൻ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആർട്ടിക്കിൾ 9 അനുസരിച്ച് നമുക്കില്ല. അപ്പോൾ അവർക്ക് ഇലക്ഷനും ഇല്ല. അപ്പോൾ ഈ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഇത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഒരു UPSCയുടെ PYQയിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് പിന്നെ അടുത്തൊരു വർഷം അടുത്തൊരു ക്വസ്റ്റൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വലിയൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ PYQ നന്നായി പഠിക്കുക എന്നുള്ളത്. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, which of the following statements about the process of parliament to make new state is not correct? ഏതാണ് ശരി അല്ലാത്തത്? The parliament may by fall new states and alter the boundaries, ഇത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. A bill to this effect cannot be introduced in parliament except, ഇത് കറക്റ്റാണ്. പ്രസിഡന്റിന്റെ പ്രയോറിറ്റൈസേഷനിൽ അത് കൊണ്ടുവരാൻ പറ്റില്ല. A bill to this effect may be referred to the state legislature, അങ്ങനെ പ്രസിഡന്റ് തീരുമാനിച്ചാൽ അവർ ബില്ല് ഇറക്കി കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്തേക്ക് വിടും. അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ അത് ബാധിക്കുന്നില്ല. Such a law will not fall under the purview of article, will fall under, ഇത് ആർട്ടിക്കിൾ 368 ലെജിസ്ലേഷനിൽ വരും, അമെൻമെൻറ്റിൽ വരും എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്. അത് നമ്മൾ നേരത്തെയും കണ്ടു. 368 ഇല്ല, സിമ്പിൾ മെജോറിറ്റി കൊണ്ടുവന്നാൽ മതി. 368 ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. സോ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സിമ്പിൾ മെജോറിറ്റിയിൽ ആർട്ടിക്കിൾ 3യുടെ സാധനം വരുമ്പോൾ അത് 368 പോകേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത്, സിറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ്. No person shall be citizen of India by virtue of Article 5 or deemed to be a citizen of India by virtue of Article 6 or 8 if she has voluntarily acquired the citizenship of any state. അതൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. The parliament has to power to make any provision. സിറ്റിസൺഷിപ്പിന്റെ അക്വിസിഷൻ, ടെർമിനേഷൻ, എല്ലാ കാര്യത്തിലും പാർലമെന്റിന് പവർ ഉണ്ട് എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും, അതായത് ഏത് വേർച്യൂ വെച്ചിട്ട് സിറ്റിസൺ ആയാലും നമ്മൾ മറ്റൊരു സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, വോളണ്ടറിലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 or 6 or 8 ഒന്നും അവിടെ ബാധകമല്ല, നമ്മുടെ സിറ്റിസൺഷിപ്പ് പോവും. പാർലമെന്റിന് പ്രൊവിഷൻ ഉണ്ട്, പവർ ഉണ്ട്. അക്വിസിഷനും ടെർമിനേഷനും എല്ലാം ചെയ്യാനുള്ള പവർ പാർലമെന്റിന്റെ കയ്യിലാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വളരെ കറക്റ്റ് ആണ്. സോ ആർട്ടിക്കിൾ 9 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, വോളണ്ടറിലി അക്വയർസ് ഫോറിൻ സിറ്റിസൺഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഹി കനോട്ട് ബി കൺസിഡർഡ് ഇന്ത്യൻ സിറ്റിസൺ. ആർട്ടിക്കിൾ 5, ആർട്ടിക്കിൾ 6, ആർട്ടിക്കിൾ 8 അനുസരിച്ചിട്ട് വേറൊരു സ്റ്റേറ്റ് കൺട്രിയുടെ എടുത്താൽ നമുക്കില്ല. ആൻഡ് പാർലമെന്റിന് ആർട്ടിക്കിൾ 11 അനുസരിച്ച് പാർലമെന്റിന്റെ പവർ ഉണ്ട് സിറ്റിസൺഷിപ്പ് റെഗുലേറ്റ് ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനും സിറ്റിസൺഷിപ്പായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലും ആർട്ടിക്കിൾ 11. സോ പ്ലീസ് ഓർത്ത് വെക്കുക, ഇതൊക്കെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. പാർലമെന്റിന്റെ കയ്യിൽ പവർ ഉണ്ട് എന്നുള്ളതും കൂടെ ഇവിടെ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 26 നവംബർ 1949. ഇതെല്ലാം PYQs ആണ്. എന്തായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് കെയിം ഇൻ ടു എഫക്ട്? സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു, എലക്ഷൻ ഉണ്ടായിരുന്നു, പ്രൊവിഷൻസ് ഓഫ് പാർലമെന്റ് ഉണ്ടായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് 1950 ശേഷമാണോ വന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2 and 3 സിറ്റിസൺഷിപ്പ്, എലക്ഷൻ, പ്രൊവിഷണൽ പാർലമെന്റ് ഉണ്ടായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. സിറ്റിസൺഷിപ്പ് ആർട്ടിക്കിൾ 5 to 9, എലക്ഷൻസ് ഉണ്ടായിരുന്നു 324, പ്രൊവിഷണൽ പാർലമെന്റ് ഉണ്ടായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് 26 ജനുവരി 1950 അന്നേരമാണ് അത് വന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദാറ്റ് വാസ് എ ടൈം വെൻ ദാറ്റ് കെയിം ഇൻ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സം ഇന്ത്യൻ ടെറിട്ടറി വാസ് ട്രാൻസ്ഫേർഡ് ഇൻ 2015 ടു ബാംഗ്ലാദേശ്. എങ്ങനെ? എഗ്രിമെൻറ്റ്, ബാംഗ്ലാദേശും ഇതൊരു എഗ്രിമെൻറ്റ് വഴി ചെയ്തു, ലെജിസ്ലേഷൻ പാസ് ചെയ്തു, ഷെഡ്യൂൾ 1 ചെയ്തു എന്ന് പറഞ്ഞു. അമെൻഡിങ് ഷെഡ്യൂൾ 1 ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അമെൻഡിങ് പവർ ഉപയോഗിച്ചു. ഷെഡ്യൂൾ 1 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ
ആൻഡ് ബൈ റാറ്റിഫിക്കേഷൻ ഓഫ് 16 സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇതിനകത്ത് ഏതാണ് അവർ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ശരി ഉത്തരം സി ആണ്. അതായത് അമെൻഡിങ് ഷെഡ്യൂൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ അമെൻഡിങ് പവർ ഓഫ് ദ പാർലമെന്റ് ഉപയോഗിച്ചിട്ടാണ് ബാംഗ്ലാദേശിന് ടെറിട്ടറി കൊടുത്തത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഇത് 100ാമത്തെ ഓർക്കാൻ എളുപ്പമുണ്ട് 100th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് ബാംഗ്ലാദേശിന് കൊടുത്തത്. ബെറുബറി കേസിൽ ക്ലാരിഫൈ ചെയ്തിരുന്നു. അതായത് ഒരു സ്ഥലം, ഇന്ത്യയുടെ ഒരു സ്ഥലം, ഒരു ടെറിട്ടറിയുടെ ഒരു സ്ഥലം സെസഷൻ ടു എ ഫോറിൻ കൺട്രി കൻ നോട്ട് ബി ഡൺ അണ്ടർ ആർട്ടിക്കിൾ 3. സിമ്പിൾ മെജോറിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ ഒരു ഭാഗം എടുത്തിട്ട് ബാംഗ്ലാദേശിന് കൊടുക്കാൻ സിമ്പിൾ മെജോറിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരണം 368-ൽ. സോ ഷെഡ്യൂൾ 1-ൽ അമെൻഡ് കൊണ്ടുവരണം. പാർലമെന്റ് 368 ആണ് ഉപയോഗിച്ചത്. ഇത് ബെറുബറി കേസിലാണ് പറഞ്ഞത്. ചുമ്മാ അങ്ങനെ പേര് മാറ്റുന്നത് പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബാംഗ്ലാദേശിനൊരു സ്ഥലം സെസഷൻ ഓഫ് എൻ ഇന്ത്യൻ ടെറിട്ടറി മീൻസ് യു നീഡ് ടു മേക്ക് 368 ആർട്ടിക്കിൾ 368. അത് ബെറുബറി കേസിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ തന്നെ വന്നതാണ്. സോ ഐ തിങ്ക് ഈ ഒരു മേജർ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻസിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് പിന്നീട് പല ക്വസ്റ്റ്യൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ മേജറായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസും ഇയറും ടൈം ഒക്കെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും നിങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ PYQയിൽ വന്നാലും അല്ലെങ്കിൽ ഒറിജിനൽ പേപ്പറിൽ വന്നാലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ പ്ലീസ് കൃത്യമായിട്ട് നന്നായി പഠിക്കാൻ നോക്കുക. അടുത്ത സെഷനിൽ നമുക്ക് കാണാം വേറൊരു ടോപ്പിക്കായിട്ട്.